ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ UGC നെറ്റ് എക്സാമിന്റെ ഡേറ്റ്സ് ജൂൺ 22 ജൂൺ 30 ഇടയ്ക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. എന്തെങ്കിലും സാധ്യതയുണ്ടോ എക്സാം പോസ്റ്റ്പോൺ ചെയ്യപ്പെടാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളത്. ബിക്കോസ് നമ്മുടെ നീറ്റ് എക്സാമിന്റെ ഡേറ്റ് ജൂൺ 21 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ജൂൺ 21 ഉച്ചയ്ക്ക് ശേഷമാണ് നീറ്റ് എക്സാമിന്റെ ഡേറ്റ്സ് വന്നിരിക്കുന്നത്. ഓൾറെഡി പോസ്റ്റ്പോൺ അല്ല, ക്യാൻസൽ ആയിട്ടുള്ള നീറ്റ് എക്സാമിന്റെ ഡേറ്റ് ആണ് ഇപ്പൊ വീണ്ടും 21 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സാധ്യത കൊണ്ട് നെറ്റ് എക്സാമിന്റെ പോസ്റ്റ്പോൺമെന്റ് എന്തെങ്കിലും സാധ്യതയുണ്ടോ, അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര ദിവസത്തേക്ക് സാധ്യതയുണ്ട്, ഇതാണ് ഇപ്പൊ നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വയറി. നമുക്ക് നോക്കാം അതിനുള്ള സാധ്യത എത്രയാണ്, എത്ര ദിവസം വരെ പോസ്റ്റ്പോൺ ആവാം എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം കഴിഞ്ഞ ഒരു 3 പ്രാവശ്യങ്ങളിലായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റ്സും അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്ത ഡേറ്റ്സും ആണ് നിങ്ങൾ കാണുന്നത്. UGC നെറ്റ് 2024 ജൂണില് 16th ജൂൺ മുതലാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. നടന്നത് 18th ജൂണിനാണ്. ഒരു 2 ദിവസത്തെ ഷിഫ്റ്റ് മാത്രമാണ് വന്നിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദി UPSC പ്രിലിംസ് ഡേറ്റ് ക്ലാഷ്. ആ സമയത്ത് തന്നെയാണ് UPSC പ്രിലിംസിന്റെ ഡേറ്റ് വന്നത്. ആ ഒരു ക്ലാഷ് കാരണമാണ് ഈ ഒരു 2 ഡേ ഷിഫ്റ്റ് വന്നിരിക്കുന്നത്. ഇനി UGC നെറ്റ് 2025 നോക്കുവാണെങ്കിൽ 21നും 30th ഇടയിലുമാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. 25നും 29നും ഇടയിൽ നടന്നു. അപ്പൊ ആ ഒരു വിൻഡോ ഷോർട്ടൺ ചെയ്തു. നമ്മുടെ 9 ദിവസത്തെ വിൻഡോ എന്ന് പറയുന്നത് 4 ദിവസത്തേക്ക് ഷോർട്ടൺ ആയിട്ടുണ്ട്. ഇനി വീണ്ടും UGC നെറ്റ് ഡിസംബർ 2025 31 ഡിസംബറിനും 7th ജാനുവരിക്കും ഇടയിലാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. നോ ചേഞ്ച് ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ നോ ചേഞ്ചിൽ എക്സാം നടന്നിട്ടുള്ള ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് UGC നെറ്റ് ഡിസംബർ 2025 നടന്ന എക്സാമിനായിരുന്നു. ഇനി ഇപ്രാവശ്യം നമുക്കറിയാം 22 to 30 ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ജൂൺ 22 to 30 ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആസ് ഓഫ് നൗ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു എക്സാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ, UGC നെറ്റിന്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 days മുമ്പെങ്കിലും എന്ത് വേണം, അതിന്റെ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ വരണം. സോ ബൈ 7th 8th മാക്സിമം, ജൂൺ 7th 8th ഉള്ളിൽ മാക്സിമം നമുക്ക് എന്ത് വരണം, ടൈം ടേബിൾ വരണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്കിത് എക്സാം 22 ആണ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഷെഡ്യൂൾ നോക്കുവാണെന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇതുവരെ പോസ്റ്റ്പോൺമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം പോയിരിക്കുന്നത് 5 days ആണ് അല്ലെ. മാക്സിമം പോയിരിക്കുന്നത് ഒരു 5 daysലേക്കാണ്. അതിനപ്പുറത്തേക്ക് ഒരു പോസ്റ്റ്പോൺമെന്റ് ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യവും പോസ്റ്റ്പോൺ ചെയ്യുവാണ് എങ്കിൽ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ നീറ്റ് എക്സാമിന്റെ ഡേറ്റ് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയില്ല എന്തെങ്കിലും അവർക്ക് പ്രിപ്പറേഷൻ ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണോ എന്നുള്ളത് അറിയില്ല. സോ അങ്ങനെ ഉണ്ട് എങ്കിൽ തന്നെ മാക്സിമം പോസ്റ്റ്പോൺമെന്റ് സാധ്യത അല്ലെങ്കിൽ പോസ്റ്റ്പോൺമെന്റ് ചാൻസ് എന്ന് പറയുന്നത് ഒരു 2 to 3 days അല്ലെങ്കിൽ വിതിൻ 5 daysലായിരിക്കും പോസ്റ്റ്പോൺമെന്റ് ചാൻസ് വരുന്നത്. അപ്പൊ ഒരുപാട് വൈകും എന്നൊരു ധാരണയിൽ ആരും ഇരിക്കരുത് കേട്ടോ. കാരണം ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് വിളിക്കുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് നെറ്റ് എക്സാം ആണിത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇതിനെ എന്ത് പറയാൻ പറ്റില്ല, ഒരുപാട് പോസ്റ്റ്പോൺ ചെയ്യും എന്നൊരു എന്താ പറയുക തെറ്റായ ധാരണയിൽ ഇരുന്ന് നമ്മളുടെ പഠിത്തം ഉഴപ്പാനോ അല്ലെങ്കിൽ സമയം ഉണ്ടെന്ന് ചിന്തിക്കാനോ ഇല്ല. ഓക്കെ, സോ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം JRF എന്ന് പറയുന്ന ആ ഒരു ടയറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഓൺ ആൻ ആവറേജ് 220 മാർക്സ് ആണ്. സബ്ജക്ട് അനുസരിച്ച് വേരി ചെയ്യും എങ്കിൽ പോലും 220 മാർക്സ് ആണ് ഓൺ ആൻ ആവറേജ് നമുക്ക് JRFലേക്ക് എത്തേണ്ടത് അല്ലെ. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു. നമുക്കറിയാം ഒരു 50 ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വരും, ഒരു എന്താ പറയാ 30 ക്വസ്റ്റ്യൻസ് ഈസി വരും, 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇച്ചിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൃത്യമായിട്ട് 50-30 കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 30 നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനും ക്രാക്ക് ചെയ്യാനും പറ്റും. കാരണം മിക്കവാറും എല്ലാവരും ആ സബ്ജക്റ്റുമായിട്ട് ടച്ചിലുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. 50ലേക്ക് വരുമ്പോൾ ആ ഒരു എലിമിനേഷൻ സ്ട്രാറ്റജി, ഓരോ സബ്ജക്റ്റിലും ഒരു എലിമിനേഷൻ സ്ട്രാറ്റജി ഉണ്ട്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ ഇത് 4 2 അല്ല എന്ന് കൺക്ലൂഡ് ചെയ്താലേ ബാക്കി 2 സാധ്യത നമുക്ക് കിട്ടുള്ളൂ. സോ അതിനുള്ള നോളേജ് എങ്കിലും നമ്മൾ അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി. സിലബസ് വെച്ച് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല, അതൊരു ഫാക്റ്റ് ആണ്. സോ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുക. അതായിരിക്കണം ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എടുക്കേണ്ട ഒറ്റ സ്ട്രാറ്റജി. അത് തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ കൊടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്ട്രാറ്റജി. ഇനി വരുന്ന 15 ദിവസം എക്സ്ക്ലൂസീവ് സെഷൻ ആണ് നെറ്റ് കാൻഡിഡേറ്റ്സിനായിട്ട്, UGC നെറ്റ് കാൻഡിഡേറ്റ്സിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി 3 hour ലൈവ് സെഷൻ. 3 hour ലൈവ് സെഷനിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പറും സബ്ജക്റ്റും കവർ ചെയ്യപ്പെടും. ഇനി ഈ 3 hour ലൈവ് സെഷനും 20 മോക്ക് ടെസ്റ്റും എല്ലാം കൂടെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് 5000-ലധികം ക്വസ്റ്റ്യൻസ് ആണ്, ഇൻക്ലൂഡിംഗ് PYQs. സോ ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ഉറപ്പാണ് നമ്മൾ എത്തുന്നത് കൃത്യമായിട്ട് ഒരു വലിയ
മാർക്കിലേക്ക് തന്നെയായിരിക്കും. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് റാപ്പപ്പ് വളരെയധികം കാൻഡിഡേറ്റ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. സോ ഇത് ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഷെഡ്യൂളാണ്. സോ ഒരുപാട് സീറ്റ്സ് നമുക്ക് ഇതിന് അവൈലബിൾ അല്ല. വളരെ കുറച്ച് സീറ്റ്സ് മാത്രമാണ് നമുക്ക് പുറത്തേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇത്ര കുട്ടികളെയാണല്ലോ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഓൾറെഡി നമ്മളുടെ സ്റ്റുഡൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണുള്ളത്. സോ ഇതാരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 8086881144. ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ എൻറോൾഡ് ആവുക. നമ്മുടെ മുന്നിൽ ഇനി എക്സാമിന് അധികം സമയമൊന്നുമില്ല. നമ്മുടെ പേസ് ഒന്ന് ചെറുതായിട്ട് മാറ്റിപ്പിടിക്കണം അല്ലെ. ആ മാറ്റിപ്പിടിക്കുന്നതിന് നമ്മളുടെ ഈ സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. കുറച്ച് PYQs നോക്കാമെന്ന് വിചാരിച്ചാലും ഈ PYQs ഒരു സൊല്യൂഷനും നമ്മളുടെ ഡൗട്ട്സും ഇതെല്ലാം എങ്ങനെ ഹാൻഡിൽഡ് ആയി പോകും, ബുദ്ധിമുട്ട് തന്നെയാണ്. സോ നോ വറീസ്, നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന 5000-ലധികം ചോദ്യങ്ങളാണ്. സബ്ജക്റ്റും ജനറൽ പേപ്പറും മോക്ക് എക്സാംസും മോഡൽ എക്സാംസും അങ്ങനെയുള്ള എല്ലാ സെഷൻസോട് കൂടിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക 5000-ലധികം ചോദ്യങ്ങളാണ്. ഈ 5000-ലധികം ചോദ്യങ്ങൾ 15 ദിവസം ഉറപ്പായിട്ടും കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ മറക്കണ്ട, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നോട്ടിഫിക്കേഷന് മുമ്പുള്ള ലാസ്റ്റ് നെറ്റ് എക്സാം ആണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ UGC നെറ്റ് റാപ്പപ്പ് സെഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ഞങ്ങളുടെ ക്ലാസ്സസ് ഉടനെ ആരംഭിക്കുകയാണ്. സോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.